അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ബാത്റൂമിൽ അറിയാതെ ചെയ്യുന്ന കുറച്ച് തെറ്റുകളെ കുറിച്ചിട്ടാണ്. വെറും ചെറിയ തെറ്റുകളാണ്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ദോഷങ്ങളായിട്ടാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. നമ്മുടെ അറിയാത്ത കുടുംബക്കാർക്കും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ. പിന്നീട് ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ ടോയ്ലറ്റിലോട്ട് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറുക. ചിലരുണ്ട് വലത് കാല് വെച്ച് കയറും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്, വലത് കാല് വെച്ച് കയറുന്നത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ബാത്റൂമിലോട്ട് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറാൻ ശ്രമിക്കുക. പിന്നീട് ഒരു കാര്യമാണ്, ബാത്റൂമിലോട്ട് കയറുമ്പോഴുള്ള ദ്വാ ചെല്ലാൻ മറക്കാതിരിക്കുക. അങ്ങനെ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ കയറുന്നതിന് മുന്നേയായിട്ട് എവിടെയെങ്കിലും ഒരു ഭിത്തിയിൽ, ബാത്റൂമിൻ്റെ സൈഡിൽ ഭിത്തിയിൽ ഈ ദ്വാ എഴുതി ഒട്ടിച്ചു വെച്ചേക്കുക. പിന്നീട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്, ബാത്റൂമിൽ നിന്ന് മിസ്വാക്ക് ചെയ്യുക അല്ലെങ്കിൽ പല്ല് തേക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബാത്റൂമിനകത്ത് നിന്ന് നമ്മൾ പല്ല് തേക്കുന്നത് അത് നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്നതായിരിക്കും. പിന്നീട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ബാത്റൂമിൽ നിന്ന് വുളു ചെയ്യാമോ എന്ന്. ഒരിക്കലുമില്ല, വുളു ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യുന്നത് കൊണ്ട് കറാഹത്തായിട്ടുള്ള സന്ദർഭവും ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് വല്ലപ്പോഴും ബാത്റൂമിൽ വെച്ച് വുളു ചെയ്യാവുന്നതാണ്. സ്ഥിരമാകാൻ പാടില്ല, ആകരുത് അങ്ങനെ. വല്ലപ്പോഴും നമുക്ക് വുളു ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കക്കൂസിൽ തുപ്പുന്നത്. നമ്മൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ തുപ്പിയിടുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുകയാണെങ്കിൽ ചിലരുടെ പല്ലുകൾ കണ്ടിട്ടില്ലേ, മഞ്ഞ്. ഡോക്ടറെ കാണിച്ചാലും ഇനി എന്തൊക്കെ ടൂത്ത് പേസ്റ്റ് യൂസ് ആക്കിയാലും ആ മഞ്ഞപ്പ് മാറാൻ പോകില്ല. കാരണം അവർ ടോയ്ലറ്റിൽ തുപ്പുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.